ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് കുറച്ചധികം വിശേഷങ്ങളും റെസിപ്പീസും എല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോയിട്ട് വരാം. അങ്ങനെ കുറേ നാളായി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു യാത്ര, അതിങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ തടസ്സപ്പെട്ട് പോയി. എന്നാൽ ഇന്ന് നമ്മൾ ആ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് മോർണിംഗിൽ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങിന്. അപ്പോൾ ഞാൻ ഇന്ന് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ക്ലാസ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 5 മണിയല്ല, ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇനി പോകുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. കാരണം ഇന്ന് രാത്രി 11:30 നമുക്ക് 11 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 11:45 ട്രെയിൻ. അപ്പോൾ വന്ന വശം തന്നെ ഞങ്ങളെല്ലാവരും കൂടി വേഗം, കാരണം മോൾക്ക് ഇന്ന് സ്കൂളുണ്ടായിരുന്നു, ഹസ്ബൻഡ് വർക്കിംഗ് ഡേ ആയിരുന്നു. എനിക്കിന്ന് ഈ ഒരു ട്രെയിനിങ് ആയതുകൊണ്ട് സ്കൂളിൽ പോകേണ്ടി വന്നില്ല. പക്ഷേ വന്നപ്പോൾ ഇത്രയും ലേറ്റായിട്ട് തന്നെ എത്തിയ കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാനുള്ളത് മറക്കാതെ എല്ലാ ഡ്രസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെച്ച് ഒതുക്കി വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം നമ്മൾ കയ്യിലെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ വേഗം നമ്മുടെ ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 3 ഗ്ലാസ് ബസ്മതി റൈസ് ഒന്ന് വെള്ളത്തിൽ വന്നപ്പോൾ തന്നെ ഒന്ന് കുതിർത്തി വെച്ച് ഒരു 10-20 മിനിറ്റ് കുതിർത്തി വെച്ച് അത് വെള്ളമൊക്കെ മാറ്റി കളഞ്ഞ് ഞാൻ അതിൻ്റെ ഇരട്ടി വെള്ളത്തിൽ ഒന്ന് കുക്ക് ചെയ്യാനിട്ടിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു 70% കുക്കായി കഴിയുമ്പോൾ അരി തിളച്ച വെള്ളത്തിൽ നിന്ന് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ ഈ ചോറ് വേവിക്കുന്ന സമയത്ത് നമ്മൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് കൊടുത്ത് ഞാൻ വേവിച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് നാരങ്ങാനീരോ ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത തിളച്ച വെള്ളത്തിൽ അരി വെന്ത് ഒരു 70% വെന്ത് ഇതുപോലെ ഊറ്റിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിക്കാൻ കാരണമുണ്ട്. കാരണം ഇതിനു മുമ്പ് ഞാൻ ലെമൺ റൈസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ല. ലെമൺ റൈസ് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ കുറച്ച് ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞാലും ഇത് നമ്മൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ, യാത്രയിൽ കൈ പിടിക്കുന്നില്ല. അത് ഞാൻ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ ആ ചോറ് അല്ലെങ്കിൽ നമ്മുടെ അരി വെന്തത് ഒരു 70% പറഞ്ഞല്ലോ, അതിൻ്റെ ഫാനിൻ്റെ താഴെ ചുവടേക്ക് ഒന്ന് നിരത്തിയിട്ട് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം ഒന്നൊന്നിനോട് ഒട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് പാകത്തിന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ കൂട്ടിയിരുന്ന് കഴിഞ്ഞാൽ അരിയെല്ലാം ഒന്നുകൂടി ഒന്ന് വെന്ത് ചോറിങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കും. ലെമൺ റൈസൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാതെ തന്നെയാണ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രൈഡ് റൈസിനും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അതും കൂടി ഡീറ്റെയിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഇതൊന്ന് ചൂടാറി വരട്ടെ, അതിനുവേണ്ടി നമ്മളൊന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയം ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് വേണം, അതുപോലെ തന്നെ കറിവേപ്പില. അത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അവർ നമ്മുടെ ഇതിലാണ് ഉണ്ടാക്കുക, എന്താ പറയുക, നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുക. ഇതിപ്പോൾ നല്ലെണ്ണയിലൊന്നും നമുക്കത്ര സുഖം തോന്നില്ലല്ലോ. അത് കാരണം നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്നത് സാധാരണ പോലെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ വെച്ചിട്ട് ഒരു ഫ്രൈ അല്ല, ഒന്ന് തോർത്തിയെടുക്കുന്നതാണ്. ഇതിനെന്തോ ഒരു പേരുണ്ട് കേട്ടോ, പേരെനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കടുകിട്ട് ഉഴുന്നിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി പച്ചമുളകുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ഒട്ടും നനവില്ലാതെ തോർത്തിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെള്ളം പോകാനായിട്ട് എടുത്തു വെച്ചതിന് ശേഷം ആ ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരല്പം പോലും വെള്ളം തളിക്കാതെ ഈ പൊട്ടറ്റോയിലുള്ള ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. അത് നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടുന്ന പോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഇത് നമുക്ക് കേടാവാതെ ഇപ്പോൾ ട്രെയിൻ യാത്രയ്ക്കും അല്ലെങ്കിൽ ദൂരയാത്രയ്ക്ക് എങ്ങനെയാണെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ ടൂറ് പോകുമ്പോൾ ഒക്കെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് റെഡി ആവട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ഇച്ചു പോയിട്ട് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേക്കാതെ ഡ്രസ്സുകൾ 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം അതൊന്ന് എടുത്ത് അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം
ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതൊന്ന് കുറേ കാലം കൂട്ടി പ്ലാൻ ചെയ്തൊന്നുമല്ല, വളരെ പെട്ടെന്ന് ഇങ്ങനൊരു ചാൻസ് ഒത്തു വന്നപ്പോൾ വേഗം പോകുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേഗം ലെമൺ റൈസിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ലെമൺ റൈസിലേക്ക് വേണ്ടിയിട്ട് അവിടെയും ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിരിക്കണേ. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് വേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് നല്ലെണ്ണ ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് നമ്മൾ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നത് ഇതുപോലെ കപ്പലണ്ടി, ഉഴുന്ന്, ഇനി ഇത് കപ്പലണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടോടുകൂടി വേണമെങ്കിൽ തൊണ്ടോടുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ഒരു നുള്ളി ചേർത്ത് കൊടുക്കാം. 1-2 കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറിലേക്ക് റോസ്റ്റായിട്ട് വരണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മുഴുവൻ കപ്പലണ്ടിയിൽ തൊണ്ട് കളഞ്ഞതാണുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് തൊണ്ട് കളഞ്ഞതിട്ട് കൊടുക്കുന്നത്. ചിലപ്പം നമുക്ക് കടകളിൽ നിന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് തൊണ്ടോടുകൂടിയ കപ്പലണ്ടിയൊക്കെ കിട്ടുക. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്തത് വീണ്ടും ഒരാഴ്ചയോടെ പറയാം കേട്ടോ. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക്, അതുപോലെ കടലപ്പരിപ്പ്, കടലപ്പരിപ്പ്, അതുപോലെ തന്നെ കപ്പലണ്ടി, ഉഴുന്ന്, ഇനി വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. വല്ലാതെ കളറ് മാറണ്ട, എന്നാലും ഒന്ന് റോസ്റ്റായി കിട്ടണം. ആ റോസ്റ്റായി കിട്ടുന്ന സമയത്തേക്ക് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി വരട്ടെ. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എത്രയാണോ കളർ ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള കാര്യം കായപ്പൊടിയാണ്. കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടി പോകരുത്. നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ അളവനുസരിച്ചിട്ട് മാത്രം വേണം കേട്ടോ കായപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഉള്ള കൂടെ അല്ലെങ്കിൽ നമുക്ക് കഴിക്കേണ്ട ആളുകളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം കേട്ടോ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു നാരങ്ങ മുറിച്ചതിന് ശേഷം അര നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചില നാരങ്ങയിൽ തീരെ ജ്യൂസ് കിട്ടില്ല. ഇതിപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിലേക്ക് നാരങ്ങ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാൻ പറഞ്ഞതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ചൂടുള്ള ചട്ടിയിലേക്ക് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോറിന് ചെറിയൊരു കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് നമ്മളിത് ഓഫ് ചെയ്തതിന് ശേഷം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന അരിയിൽ, വെള്ള അരിയിലൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ ബസ്മതി റൈസാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഒരു ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് ഇളക്കാനായിട്ട് ഇച്ചുവിനെ ഏൽപ്പിച്ചിട്ട്, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പോകുന്നതിൻ്റെ ഒരു ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഇന്നിപ്പോൾ രാവിലെ അപ്പോൾ തലേദിവസം ചെയ്ത് വെക്കുക, ഇതൊന്നും നമുക്ക് തലേദിവസം ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ചെറുതായിട്ട്. പിന്നെ സ്റ്റൗ കത്തിച്ച് കൊടുത്ത് ചെറിയ ചൂടിൽ നന്നായിട്ട് ഇളക്കി നന്നായി ഒന്ന് ആവി വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇനി ഇതുപോലെ ഒന്ന് തണുക്കാനായിട്ട് ഞാൻ മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇനി പതുക്കെ ആ തണുപ്പൊക്കെ മാറിയപ്പോൾ അത് പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് പോകുന്നത് രാത്രിയാണ്, നമുക്ക് രാവിലേക്കല്ല വേണ്ടത്. ഉച്ചയ്ക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകിട്ടും കഴിക്കാനാണ് നമുക്ക് റൈസ് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് 2 പാത്രത്തിലാണ് നമ്മൾ ഇത് പാക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോ എടുത്തതും ഇതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ രാവിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ചപ്പാത്തി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പാക്കറ്റ് ബ്രെഡും എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം അതിന് പകരം നമുക്ക് കുറച്ച് പൂരി ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വന്നപ്പോൾ ഒരു 5:30 കഴിഞ്ഞല്ലോ. പിന്നെ ഇനി എല്ലാം കൂടി ചെയ്താൽ നമുക്ക് പോകുന്ന സമയത്ത് വല്ലാതെ ടയർഡായിപ്പോവും. എവിടെ പോയാലും നമുക്കൊരു സ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ലേ. അപ്പോൾ അത് കാരണം ഇപ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ ഫുഡ് കയ്യിലെടുത്തേ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. ഇത്രയും ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും ആരെങ്കിലുമൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് മക്കളുമായിട്ട് എല്ലാവരും പുറത്ത് പോകുമ്പോൾ 2-3 ദിവസം ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്കൊരു മനസ്സമാധാനം ഇല്ലാത്ത കാര്യം. ഇപ്പം ഞങ്ങൾ 2 പേരും കൂടെ കൂടി ചെയ്യുമ്പോൾ നമുക്കതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്നാക്സ്, പഴം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നേന്ത്രപ്പഴം, ചെറിയ ആൾക്ക് കായ വറുത്തത് ഇഷ്ടമാണ്, മൂത്ത ആൾക്ക് അതുപോലെ തന്നെ മിക്സ്ചർ ഇഷ്ടമാണ്. അങ്ങനെ ന്യൂട്ടെല്ല വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് അതൊക്കെയാണ് അവരുടെ ഒരു പ്രത്യേകിച്ചുള്ള അട്രാക്ഷൻ.
അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ച് വന്നിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇനി നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടണം. കാരണം എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടിട്ട് പോയാൽ തിരിച്ചു വന്ന് കയറുമ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിലോ തിരിച്ചു വന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ എന്നൊരു ചിന്തയായിരിക്കും. പിന്നെ മാത്രമല്ല വീടിനൊരു സ്മെല്ലുണ്ടായിരിക്കും. നമ്മൾ അടച്ചിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രഷ്നെസ് ഒന്നും വീട്ടിനുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് പോയാൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പോട്ട് പ്യൂരിയിൽ, ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുക, പോട്ട് പ്യൂരി എടുത്ത് വെച്ചിട്ട് അതിൽ എസൻഷ്യൽ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടായിരിക്കും വീട് അടച്ചിട്ടിട്ട് പോവുക. അപ്പോൾ തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ വീട് തുറക്കുമ്പോൾ നല്ലൊരു എയർ ഫ്രഷ്നർ അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിട്ട് ഒരു സന്തോഷമായിരിക്കും. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു, സെറ്റായിട്ടുണ്ട്. പാക്കിങ് കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞു. അതിനിടയ്ക്ക് ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ ഇതുവരെ ചെയ്തു പോകാത്തവരിങ്ങനെയൊക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു സന്തോഷമായിരിക്കും കേട്ടോ. തിരിച്ചു വന്നിട്ട് നമ്മൾ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നേരത്തെ അങ്ങ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. പിന്നെ ഈ ഉറുമ്പ്, പാറ്റ, പല്ലി ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം നമ്മൾ അടച്ചിട്ടേക്കുമല്ലേ. അത് ഒരു ദിവസമായാലും 2 ദിവസമായാലും. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി പ്രാർത്ഥിച്ച് ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. ഒരു 9:30 മുതൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ, ഒരു 11 മണി വരെ. അതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ കാറ് കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ ഇടണ്ട എന്നുള്ള ചിന്തയിൽ നമ്മളൊരു ഓട്ടോയ്ക്ക് പോയാൽ പിന്നെ സ്വസ്ഥമായല്ലോ. അപ്പോഴത്തേക്കും മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. മനസ്സിൽ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. കാരണം ഓരോ ജില്ലയ്ക്ക് അവധിയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. മഴ നല്ല ശക്തിയായിട്ട് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ മഴ ചാറി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലൊരു സുഖമില്ലായ്കയൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ തേക്കിൻകാട് മൈതാനത്തിൻ്റെ ഓപ്പോസിറ്റ് പാരമേക്കാവിൻ്റെ ഫ്രണ്ടിലൂടെ കേട്ടോ. അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 11:45 ട്രെയിൻ വരേണ്ടത്. അപ്പോൾ ട്രെയിൻ കറക്റ്റ് റൈറ്റ് ടൈം ആണെങ്കിൽ 11:45. അപ്പോൾ നമ്മൾ എവിടെയാണ് കോച്ചിൻ്റെ പൊസിഷൻ അതൊക്കെ നോക്കി ഇനി നമുക്ക് ഇവിടുന്ന് കയറി അപ്പുറത്തെ പ്ലാറ്റ്ഫോം 2ലേക്ക് എത്തണം. കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴും മക്കളും എല്ലാവരോടും കൂടി മക്കൾക്ക് ഓർമ്മ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തീവണ്ടി യാത്രയാണ് കേട്ടോ. നമ്മൾ മെട്രോയിലൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ഒരു നൈറ്റ് കിടന്നിട്ട് അങ്ങനത്തെ ഒരു യാത്രയൊന്നും ഇതുവരെ അവർക്ക് ഓർമ്മയുള്ള സമയത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡാണ്. എങ്ങനെ കിടക്കും, മുകളിലും താഴെ എങ്ങനെ കിടക്കും എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് വരുന്നത്. കാരണം അങ്ങനെയാണ്, വീഴുമോ എന്നൊക്കെ വിചാരിച്ച്. അതോടുകൂടി ചെറുതായിട്ട് മഴ ചാറിൽ ഒന്ന് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുന്ന സ്ഥലത്തേക്കൊക്കെ വെള്ളം വന്നിട്ട് അപ്പോൾ മക്കളെ ഒന്ന് മാറ്റിയിരുത്താണ് കേട്ടോ. നല്ല മഴയാണ്, അതിശക്തമായ മഴയാണ് കേട്ടോ. അങ്ങനെ സമയം ഇപ്പോൾ 12 മണി. ഇവിടെ ഒരു പ്രത്യേകതയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ അപ്പൻ ലോലിപ്പോപ്പ് കൊടുത്തിട്ട് തുത്തപ്പനെ വിഷ് ചെയ്തതാണ്. തുത്തുവിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. ഇത് സെപ്റ്റംബർ 28 മോർണിംഗ് ആണ്. സെപ്റ്റംബർ 28 ആയിരുന്നു വാവയുടെ ബർത്ത്ഡേ. അപ്പോഴാണ് ഞങ്ങളുടെ യാത്ര. കേക്ക് കട്ട് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് കട്ട് ചെയ്ത് അവർക്ക് മുഴുവൻ കഴിക്കാൻ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പൻ്റെ വക ലോലിപ്പൊക്കെ വാങ്ങിച്ച് കൈ കൊടുത്തേക്കുമായിരുന്നു. ചേച്ചിയാണെങ്കിൽ വാവയ്ക്ക് കാർഡുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്മയുടെയും അപ്പൻ്റെയും എല്ലാവരുടെയും വിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ തുത്തൂട്ടിൻ്റെ ബർത്ത്ഡേ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ഈ വാവ കാർഡൊക്കെ തുറന്ന് നോക്കുന്ന സന്തോഷത്തിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ ടൂർ എന്നാണ് പറയണ്ടേ, അല്ല, ഇത് വളരെ സന്തോഷത്തോടു കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നൊരു വലിയ യാത്രയാണ്. അത് കുറേ പ്രത്യേകതകളുണ്ട് ഈ യാത്രയ്ക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ട്രെയിനിലൊക്കെ ഞങ്ങൾ കിടക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.